വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പണക്കണക്കുകൾ കേട്ടോ. മണി മാത്സ് നമ്മൾ കേട്ടോ, പണക്കണക്കുകൾ. അവൻ്റെ മലയാളം ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നാണ് നമ്മൾ ആദ്യമേ എന്താ കുഞ്ഞുങ്ങളെ ഈ പണക്കണക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് സംസ്കൃത ഭാഷയിൽ ശതം എന്നാൽ 100 എന്നാണ് അർത്ഥം കേട്ടോ. സംസ്കൃത ഭാഷയിൽ, അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ തടി ബോക്സ് എഴുതി അതൊന്ന് പറഞ്ഞതാണ്. സംസ്കൃതം ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ടെസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ. സംസ്കൃതത്തിൽ ശതം എന്നാൽ 100 എന്നാണ് അർത്ഥം കേട്ടോ. ശതം എന്നാൽ 100 എന്നാണ് അർത്ഥം. അതുപോലെ ശതമാനം എന്നല്ലേ നമ്മുടെ പെർസെൻറ്റേജിന് എന്താ പറയുന്നത്? ശതമാനം കേട്ടോ, ശതമാനം. അപ്പം മാനം എന്ന വാക്കിൻ്റെ അർത്ഥം അളവ് എന്നുമാണ്. അപ്പോൾ 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവാണ് ശതമാനം എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ശതമാനം എന്നാൽ എന്തെന്നൊന്നും നിങ്ങളോട് ചോദിക്കത്തില്ല, പക്ഷെ എന്താണ് എന്നാണ് കേട്ടോ. എന്താണ് ഈ ശതമാനം എന്നതിനെ ഏത് സിമ്പൽ ഉപയോഗിക്കുക കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെയാണ് നമ്മൾ ശതമാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു വര ലെഫ്റ്റിലോട്ട് ചരിച്ച് വേണം വരയ്ക്കാൻ കേട്ടോ. എന്നിട്ട് 2 കുഞ്ഞു കുത്തുകൾ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശതമാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൽ ഈ ശതമാനത്തെക്കുറിച്ചാണ് ആദ്യമേ പറയുന്നത്. വിലക്കിഴിവ് ഒരു പരസ്യത്തിൻ്റെ കൊടുത്തിരിക്കുന്നത് കണ്ടായിരുന്നോ? ഹാൻഡ് വീവിൻ്റെ ഒരു പരസ്യത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വീവിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% വിലക്കിഴിവ് അല്ലേ. ഓണവും ക്രിസ്മസും എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ വരുമ്പം എല്ലാ തുണിക്കടയിലും നമ്മൾ പറയും അവിടെ വിലക്കിഴിവുണ്ട് അല്ലേ, വിലക്കുറവുണ്ട്, അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഹാൻഡ് വീവ് കേട്ടോ, അതിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% 30% ഓർത്തോണേ കുഞ്ഞുങ്ങളെ, 30% വിലക്കിഴിവ്. അപ്പം നമ്മൾ ആദ്യം എന്തായി പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പഠിച്ചിട്ട് നമുക്ക് ടെസ്റ്റിൽ എടുക്കാം. എന്താ കുഞ്ഞുങ്ങൾ നമ്മൾ ഈ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നോക്കാം. ഈ പെർസെൻറ്റേജിൻ്റെ സൈൻ എന്താണെന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇത് നമ്മളോട് ഇപ്പോൾ പറയുക 3% അല്ലെ 3% വിലക്കുറവ് ഉണ്ട് എന്ന് നമ്മളോട് പറയാം. എന്താ കുഞ്ഞുങ്ങളെ? അപ്പോൾ 3% എന്ന് പറയുന്നതിനെ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. 3%. ഇംഗ്ലീഷിൽ പെർസെൻറ്റേജ്, മലയാളത്തിൽ ശതമാനം എന്നാണ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ അടുത്ത് കടയിൽ ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് അവിടെ എഴുതി വെച്ചേക്കുന്നത് 3% ഓഫർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 3 ഈ പെർസെൻറ്റേജിൻ്റെ അർത്ഥം 3/100 എന്നാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണ്? 3% എന്നതിൻ്റെ അർത്ഥം 3/100 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 5% എന്ന് വെച്ചാൽ എന്താ? അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/100 എന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 10%ഓ നമുക്ക് ഒന്നും ബേസ് ഒന്ന് പഠിച്ചിട്ട് അതിലോട്ട് കയറാം. 10% എന്ന് വെച്ചാൽ 10/100. എൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും തുടക്കം ഞാൻ ആ പാഠത്തിൻ്റെ ഒരു ബേസ് ഇട്ടിട്ടേ ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ അകത്തെ കണക്കുകൾ ചെയ്തിട്ട് പ്രയോജനമില്ലോ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിനകത്ത് നമ്മൾ പറയുന്നത് ഒരു തുണിക്കടയിൽ 30% വിലക്കിഴിവുണ്ട് അല്ലെ വിലക്കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശതമാനം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനകത്തിൽ 30% വിലക്കിഴിവുണ്ടെന്നാണ് അല്ലേ. അപ്പോൾ അതിനകത്തിൽ 30 ഇപ്പം 10% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണേ? 10/100 എന്നാണ്. മനസ്സിലായോ? പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പെർസെൻറ്റേജിനെ, ഇത് പെർസെൻറ്റേജാണ്, ഈ പെർസെൻറ്റേജിനെ കറക്റ്റ് നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റിയേക്കുകയാണ് കേട്ടോ. ഈ പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റിയേക്കുക. അപ്പോൾ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ 15% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 15/100 എന്നാണ്. ഇത്രയൊക്കെയാണല്ലോ ബേസ്. അപ്പം നമ്മളോട് ചോദിക്കുക, ഞാനൊരു ഉദാഹരണം പറയാം കുഞ്ഞുങ്ങളെ. ഇവിടെ ഒരു പേന, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മൾ എളുപ്പം ഒരു പേന 20 രൂപയുടെ ഒരു പേനയാവും നിങ്ങളെ കേട്ടോ. 20 ഒരു പേനയ്ക്ക് 20 രൂപ. 20 രൂപയാണെന്ന് ഓർത്തോണം. ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. 20 രൂപയുടെ ഒരു പേനയ്ക്ക് 25% വിലക്കുറവുണ്ട് എന്ന് പറയുക. 25%. അപ്പം നമ്മൾ അതിനെ ഇപ്പം നമ്മുടെ ചോദ്യം 25% ഓഫ് 20 ഇങ്ങനൊന്ന് തരുവാന്ന് വെച്ചോ കേട്ടോ. 25% ഓഫ് 20 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുക. ഇത് നിങ്ങളൊന്ന് ഓർത്തോടെ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഈ ഓഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ്റെ എന്ന് പറയത്തില്ലേ? 25%, 20ൻ്റെ കേട്ടോ. ഇത് നമ്മൾ ഇംഗ്ലീഷിലെ 20ൻ്റെ 25%.
കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ 20-ൻ്റെ 25% എത്ര, അല്ലെ 200 രൂപയുടെ നമുക്കൊരു പേന മേടിക്കാൻ ചെന്നു, ഒരു പേന മേടിക്കാൻ ചെല്ലും, അതിൻ്റെ 25% കുറവുണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ കടക്കാരൻ എന്തോ തരുന്നോ അത് മേടിച്ചുകൊണ്ട് പോരുന്നു എന്നല്ലേ. പക്ഷെ നമുക്ക് അന്നേരം അറിയണ്ടേ. അപ്പോൾ 20 രൂപയുടെ ഒരു പേനയാണെങ്കിൽ അതിൻ്റെ 25% കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 25% ഓഫ് 20 എന്ന് പറഞ്ഞാൽ 25% ഓഫിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണെന്ന് ഓർത്തോണം കേട്ടോ. ഇൻറ്റു ഓഫിൻ്റെ ഇൻറ്റു ഇതൊന്ന് പഠിച്ചു വെച്ചാൽ. ഇനി നമ്മൾ പറഞ്ഞു 25%, 10% എന്താ, 5% എന്താ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 25/100 എന്നാണ്. ടെസ്റ്റ് അങ്ങ് പഠിപ്പിച്ചാൽ പോരാ, ഇതെന്തിനാ പഠിപ്പിക്കുന്നതെന്ന് ചിലപ്പം തോന്നും ഇല്ലേ. തുടക്കത്തിൽ ടെസ്റ്റിലെ കണക്കുകൾ ചെയ്താൽ പോരായോന്ന്. അതിലോട്ട് കയറണമെങ്കിൽ ഇതെന്താണെന്ന് അറിയണം കേട്ടോ. 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 25/100 ഇൻറ്റു 20 കേട്ടോ. ഇതിനെ നമുക്ക് പല രീതിയിലും ചെയ്യാം. വെട്ടി ചെയ്യാണ്ടവർക്ക് വെട്ടി ചെയ്യാം കേട്ടോ. ഞാൻ 2 രീതിയിലും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്ന ആ രീതി നമുക്ക് വെട്ടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലും താഴെയും 0 വന്നു കഴിഞ്ഞാൽ, മുകളിലും താഴെയും 0 വന്നാൽ നമുക്ക് ആ 0-നെ വെട്ടിക്കളയാം കേട്ടോ. അതൊരു എളുപ്പ വഴിയാണ്. മുകളിലും താഴെയും 0 വന്നാൽ ഇനിയുള്ള കണക്കുകളിലൊക്കെ ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കണേ, അതിനെ വെട്ടിക്കളയാം. ഇനി നോക്കിയേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. ഈ മുകളിലും താഴെ ഉള്ളതിനെയാണ് വെട്ടുന്നത്. ഇത് രണ്ടും കൂടെ വേണമെങ്കിലും വെട്ടാം. ഏതിൻ്റെ ഏലും ടേബിളിൽ വരുന്നുണ്ടോ? ഇപ്പം നോക്കിയേ, 2ഉം 10ഉം ഏതിൻ്റെ ഏലും ടേബിളിൽ വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട് അല്ലേ. ഏതിൻ്റെയാ? 2ൻ്റെ ടേബിളിൽ നോക്കിയേ, 1 2 2 നോക്കിയേ. ഇത് നമുക്ക് വെട്ടാം. ഏതാ? 5 2 10 കണ്ടോ. ഇനി അവിടെ മേളിലും താഴെയും വല്ലതും വെട്ടാനുണ്ടോ? ഇല്ല. എങ്ങനെ വേണമെങ്കിലും വെട്ടാം കേട്ടോ. അല്ലാതെ നമുക്ക് എന്താ തിരിച്ചും വെട്ടാം. 20ഉം 100ഉം കൂടെ വേണേ വെട്ടാം കേട്ടോ. അത് ഞാൻ എളുപ്പവഴി പറഞ്ഞതാണ്. 0 ഇവിടെ മുകളിലും താഴെയും വന്നാൽ ആദ്യം നിങ്ങൾ അത് വെട്ടാം. ഇനി പിന്നെ ഒരു 2ഉം പിന്നെ ഒരു 10ഉം ഉണ്ട്. ഈ 2ഉം 10ഉം നിങ്ങൾ ഈ 6ാം ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കുഞ്ഞു രീതി പറയുന്നത്. കാരണം 2ൻ്റെയും 3ൻ്റെയും ഒക്കെ എളുപ്പം നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. എന്താ 2ഉം 10ഉം ഏതാ? 2ൻ്റെ ടേബിളിൽ പറ്റും. 1 2 2 അപ്പോൾ ഇത് വെട്ടി. 5 2 10 രണ്ടും ഒരേപോലെ എടുക്കണേ. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. ഇനി എന്തോ ഉണ്ട്? നമുക്ക് 25 ഉണ്ട്. അതിനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, അത് എഴുതി. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്. ഇനി വല്ലതും ഉണ്ടോ? ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതേണ്ട കാര്യമില്ല. ഇൻറ്റു 1 അല്ലേ. അപ്പോൾ 25/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5ആണ് കിട്ടിയത് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വീണ്ടും കുറച്ചുകൂടി എളുപ്പവഴി എങ്ങനെയാണ് നിങ്ങളുടെ 25 നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ രീതി ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇൻറ്റു 20/1 എന്നിടാം കേട്ടോ. എന്തിനാ 1? ഇവിടെ എന്താ നമ്മളിപ്പോൾ 1 2 3 4 ചെല്ലുമ്പോൾ എല്ലാം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ എല്ലാ അടിക്കും ഒരു 1 ഉണ്ടോ? നമ്മളത് നേരത്തെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എന്താ ഈ 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, അപ്പം നമ്മൾ 1 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നോക്കി 25 ഇൻറ്റു 20. 25 2 എത്ര കുഞ്ഞുങ്ങളെ? 500 കേട്ടോ. 25 ഇൻറ്റു 2 500. 2 25 ചേരുന്നത് എന്താ? 2 25 50. പിന്നെ ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്, അത് 500 ആയത് കേട്ടോ. ഞാൻ സ്പീഡിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 25 ഇൻറ്റു 2 25 ഇൻറ്റു 2 50. പിന്നെ ഈ 0 കൂടി ഇട്ട് കൊടുത്താൽ 500 അല്ലെ. 25 ഇൻറ്റു 20 500. 100 ഇൻറ്റു 1 100 കണ്ടോ. ഇനി നമുക്ക് വേണേൽ മേലിലും താഴെയും കിടക്കുന്ന 0 വെട്ടിക്കളയാം. അല്ലാതെ തന്നെ നമുക്കറിയാം 1 100 100 500 500 അല്ലേ. വെട്ടിക്കളയാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്കിവിടെ 5ഉം വരും, ഇവിടെ 1ഉം വരും. 5/1ൻ്റെ അർത്ഥം എന്താ? 5. അതും കണ്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇതിൽ എളുപ്പം ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ വെട്ടി ചെയ്യേണ്ടവർക്ക് വെട്ടി ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? 5 രൂപയാണ് ഇവിടെ എന്താ കിട്ടിയത്. ഈ 5 എന്താണ്? നമ്മുടെ പേനയുടെ വില 20 രൂപയല്ലായിരുന്നോ? ഈ 20 രൂപയിൽ നിന്നും ഈ 5 രൂപ അങ്ങ് കുറച്ചാൽ ബാക്കി 15 രൂപ നമുക്ക് കൊടുത്താൽ മതി. അതാണ് 25% നമുക്ക് കുറവുണ്ട്. ഒരു 20 രൂപയുടെ ഒരു പേനയ്ക്ക്, ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം നിങ്ങളെ. 20 രൂപയുടെ ഒരു പേനയ്ക്ക് കേട്ടോ നമുക്ക് 25% വിലക്കിഴിവ് അല്ലെങ്കിൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൽ കുറച്ച് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത് കാണുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്കൊരു 5 കിട്ടി. ആ 5 എന്ത് ചെയ്യണം? ഈ പേനയുടെ വിലയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പം നമുക്ക് ടെസ്റ്റിൽ ഇനി നോക്കാം. വേണ്ടേ
അതായത് 30, ഇനി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കണേ, 30%, 30% കേട്ടോ, വിലക്കിഴിവ് എന്നാൽ എന്താണ് അർത്ഥം? നമ്മളിപ്പോൾ പഠിച്ച അത് മനസ്സിലായവർക്കറിയാം. 30% വിലക്കിഴിവ്. ഇംഗ്ലീഷ് മീഡിയക്കാരോട് നോക്കണേ ഉണ്ടെങ്കിലേ 30% ആണ് എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ 100 രൂപയുടെ വസ്ത്രം വാങ്ങിയാൽ 30 രൂപ കുറച്ച് തന്നാൽ മതി. എന്താവും, നിങ്ങളെ 100 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ 30 രൂപ കുറച്ച് കേട്ടോ, കുറച്ച് തന്നാൽ മതി. ഡിക്രീസ്, കുറച്ച് തന്നാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാ, 100-ൽ നിന്നും 30 കുറച്ചാൽ എത്ര ആവും? നിങ്ങൾ 70 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ചോദ്യം കേട്ടോണേ, 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ 30 രൂപ കുറച്ച് 70 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക, 200 രൂപയുടെ തുണി വാങ്ങിയാലോ? എന്തോ ചെയ്യും? 100 രൂപയ്ക്ക് 30 രൂപ കുറച്ചാണെങ്കിൽ 200 രൂപയ്ക്കാണെങ്കിലോ 60 രൂപ കുറച്ച് കൊടുത്താൽ മതി. മനസ്സിലായോ? 100 രൂപയ്ക്ക് 30 രൂപ കുറച്ചാണെങ്കിൽ 200 രൂപയ്ക്ക് 60 രൂപ, 30ൻ്റെ ഇരട്ടിയല്ലേ, 100ൻ്റെ ഇരട്ടിയല്ലേ 200, അപ്പം 30ൻ്റെ ഇരട്ടി 60 രൂപ കുറച്ചാൽ മതി. അത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 100ൻ്റെ 2 മടങ്ങാണല്ലോ 200 അല്ലേ? അപ്പോൾ എന്താ, 30ൻ്റെ 2 മടങ്ങ് എപ്പോഴാണ്? 60 രൂപ കേട്ടോ. അപ്പോൾ എന്താ, 200 രൂപയുടെ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞില്ലേ. 100 രൂപയുടെ തുണി വാങ്ങിയപ്പോൾ 30 രൂപ കുറച്ചാണ് അല്ലേ, കുറച്ചു. അങ്ങനെയാണെങ്കിൽ 200 രൂപയുടെ തുണി വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60 രൂപ കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കൊടുത്താൽ? 140 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ 100 രൂപയ്ക്കും 30 രൂപ വീതം കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ 30% കുറയ്ക്കുന്നതിനെയാണ് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റ് അല്ലെ കിഴിവെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ 100 രൂപയ്ക്ക് 30% എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 100 രൂപയ്ക്ക് നമ്മൾ 30 രൂപ വീതം കുറയ്ക്കുന്നു. ആ കുറയ്ക്കുന്നുണ്ടല്ലോ, 30 രൂപ നമ്മൾ കുറയ്ക്കുന്നില്ലല്ലോ, കുറയ്ക്കുന്നുണ്ടല്ലോ. ആ കുറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ശതമാനം ഇവിടെ കേട്ടോ, ശതമാനം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഒരു ബോക്സ് ഈ എഴുതിയേക്കുന്നത് നിങ്ങൾ നോക്കണ്ട, അത് തെറ്റാ. ഒരു കുട്ടിയുടെ ബുക്ക് മേടിച്ചതാവും ഞാൻ. ശരിയാ, അതത്ര ശരിയായിട്ടല്ല എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കണേ, നമുക്ക് അതങ്ങ് എഴുതാം. അപ്പോൾ നോക്കിയോ നിങ്ങൾ, ഇതാണ് നമ്മുടെ ചോദ്യം. പേജ് നമ്പർ, നിങ്ങളുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 104 ചോദ്യമാണ് കേട്ടോ. പ്രൈസും ഉണ്ട്, അതിൻ്റെ കിഴിവുണ്ട്, അതിൻ്റെ കൊടുക്കേണ്ട വില എത്രയെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരോടൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പേജ് നമ്പർ 104 കിടക്കുന്ന ചോദ്യമാണ്. ഇവിടെ 500 രൂപയുടെ സാധനം, വില എത്ര? 500 രൂപയുടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ അവരതിൻ്റെ കിഴിവ് പറയുന്നത് എത്ര? 30 × 5. ഈ 5 എങ്ങനെ വന്നതെന്നറിയാമോ? ഇവിടെ നോക്കൂ നിങ്ങൾ, എളുപ്പ വഴിക്കാ കേട്ടോ. ഇതിൻ്റെ ഈ 2 0 അങ്ങ് എടുത്ത് മാറ്റി കേട്ടോ. ഈ 2 0 അങ്ങ് മാറ്റിയെന്ന് വെച്ചു. ഒരു എളുപ്പവഴി പറയാം കേട്ടോ. ഈ 2 0 മാറ്റിയതിൻ്റെ 5 ഇവിടെ. നമ്മൾ പറഞ്ഞായിരുന്നു 30 രൂപ. ഏതാ മുമ്പത്തെ കണക്കിൽ 30 പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. ഏതാ? 30% വിലക്കിഴിവ്. 30%ത്തിൻ്റെ ആ 30 അത് കേട്ടോ. 30% വിലക്കിഴിവാണ്. 5 വന്ന എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഈ 2 0 മാറ്റി കഴിഞ്ഞിട്ട് 5. അപ്പോൾ 30 × 5 3 5 150 വന്നു കേട്ടോ. കിഴിവ് 150 രൂപയാണ്. ഇതിനെ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം, വേറെ രീതിയിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ട് കേട്ടോ. അതായത് ഒരു മിനിറ്റ്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വില 500 രൂപയാണ് കേട്ടോ. 500 രൂപയുള്ള ഒരു സാധനത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് രീതിയാണെന്ന് വെച്ചാൽ ആ രീതി ചെയ്യുക. ആ 500ൻ്റെ 30%, നമ്മളോട് എന്താ വിലക്കിഴിവ് 30 പറഞ്ഞു. നമ്മൾ പറഞ്ഞു 30% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 30/100 ആണെന്ന് നമ്മൾ ഫസ്റ്റിൽ മുതലേ പറയുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയവർക്കറിയാം 30/100 അപ്പം നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താവും, നിങ്ങളെ മേളിലും താഴെയും 0 വന്നാൽ അതങ്ങ് വെട്ടണേ. എത്ര 0 മേളിൽ വെട്ടുന്നത് അത്രയും 0 താഴെ വെട്ടാവും. നമ്മൾ മേളിൽ ഒരു 0 വെട്ടിയാൽ താഴെ ഒരു 0 കണ്ടോ. ഇനിയും നോക്കിയേ, ഇത് മേളിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും മേളിൽ വരുന്നതാണ്. അപ്പം നോക്കിയേ, ഈ 0 ഒരു 0 കൂടെ വെട്ടാം. ഈ 0 കണ്ടോ, കാരണം അത് മേളിൽ വന്നതാ. ഈ വരയ്ക്ക് താഴെ 100 ഉള്ളല്ലോ. അപ്പം മുകളിൽ കിടക്കുന്ന ഈ 0 ഈ 0 വെട്ടി, ഈ 0 ഈ 0 വെട്ടി. അപ്പം താഴെ ഇനി ഈ 1 എടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ അറിയാമല്ലോ. 1 വേണ്ട. പിന്നെ 5 × 3 15, അതായത് 50 × 3 150. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുമ്പോൾ നമ്മൾ പറഞ്ഞത് 2 0 ഒഴിവാക്കി. ഈ 2 0 എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്നൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ എന്താ, 5 ആ 30 ആയിരുന്നു. 30 × 5 150. അപ്പോൾ നമുക്ക് എത്ര കിഴിവ് വന്നത്? 150 യഥാർത്ഥ വില എത്ര? 500 രൂപ. ആ 500-ൽ നിന്ന് 150, ഈ 150 കുറച്ചാൽ 350 രൂപ നമുക്ക് കൊടുത്താൽ മതി. മനസ്സിലായോ?
അത് കുറച്ചേ മനസ്സിലാവുള്ളെങ്കിൽ നോക്കൂ ഞങ്ങളെ അടുത്ത നോക്കിക്കുക. 1000 രൂപയുടെ ഒരു തുണി നമ്മൾ വാങ്ങുക കേട്ടോ. 1000 രൂപയുടെ ഒരു തുണി നമ്മൾ വാങ്ങിച്ചു. 30% ആണ് അവിടുത്തെ വിലക്കിഴിവെന്ന് പറഞ്ഞു. 30% എന്ന് പറഞ്ഞുകൊണ്ട് ബൈ 100 ഓരോന്ന് മനസ്സിലാക്കണേ. ശതമാനം അപ്പം മേളിൽ 0 ഉണ്ടെങ്കിൽ നമുക്ക് താഴെ വെട്ടാം. ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ ഈ 0 വെട്ടാം. അപ്പം ഇനി എന്തേ ഉള്ളൂ, ഇവിടെ ഒരു 100ഉം ഇവിടെ ഒരു 3 ഉള്ളൂ അല്ലേ. 100 × 3 300 കേട്ടോ. എത്ര? 300. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ 2 പൂജ്യത്തിനെ എടുത്ത് മാറ്റിയിട്ട്, കാരണം ലാസ്റ്റിലത്തെ 2 പൂജ്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റിലത്തെ 2 പൂജ്യം. ഇനി 0 ഇല്ലാത്ത സംഖ്യയാണെങ്കിൽ ഈ രീതി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാനൊരു എളുപ്പവഴിക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് 30 ഏതാ തന്നിരിക്കുന്ന ചോദ്യത്തിലെ 30 ഇൻറ്റു എത്ര? ഈ 10. 30 × 10 300. എങ്ങനെ ചെയ്താലും 300 കിട്ടും. നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് 300 കിട്ടിയത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായ ആ രീതി ചെയ്യുക. അപ്പം നമുക്ക് വിലക്കിഴിവ് എത്ര നിങ്ങളെ കിട്ടിയത്? അവിടെ എത്ര ഉണ്ടായിരുന്നു വിലക്കിഴിവ്? 300. അപ്പം നമ്മുടെ യഥാർത്ഥ വിലയായ 1000-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ 300 അങ്ങ് കുറച്ചാൽ ബാക്കി 700 രൂപ നമുക്ക് ആ കടയിൽ കൊടുത്താൽ മതി. പിടികിട്ടിയോ? ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളെ? ഒരുപാട് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളൊരു ഒരു ഷർട്ട് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ടീഷർട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ 1200 രൂപയാണത്. ആ കടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ടീഷർട്ടിന് 30% അല്ലെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഓഫർ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം എന്താ 1200 രൂപയാണ്, അതിൻ്റെ 30% ശതമാനം എന്ന് കേട്ടാൽ തന്നിരിക്കുന്ന എത്രയാണോ അതേ ബൈ 100. 30 ആയതുകൊണ്ട് 30/100. ഇനി മുകളിലും താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഓക്കെ, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. വേറെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ. അപ്പോൾ ഇനി എത്ര? ഇനി ഒരു 120 ഉണ്ട്. നോക്കിയേ, 120ഉം ഇവിടെ ഒരു 3ഉം കേട്ടോ. അപ്പോൾ എത്ര? 0, 2, 3, 6, 360 കേട്ടോ. 360 നമുക്ക് കിട്ടിയത്. ഇനി അല്ലാതെ നോക്കാം നിങ്ങൾ, ഈ 2 0 കട്ട് ചെയ്തു അല്ലേ. അപ്പം നമ്മുടെ എത്ര? 30 കിഴിവ്. 30 × 12 എത്ര വരും? 12, 3, 36, 360 വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 360. നിങ്ങൾക്ക് ഈ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് ആ രീതി ചെയ്യാം. അതല്ല ഈ 2 0 എനിക്ക് തോന്നുന്നു ഇത് ഇല്ലയോ, ഇത് പക്ഷേ എല്ലായിടവും ഒന്നും ആവത്തില്ല. കാരണം അല്ലാത്ത സംഖ്യ, ഇപ്പോൾ 0 അല്ലാത്ത സംഖ്യ 1995, 2025 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? അപ്പം ഈ രീതി ചെയ്താലും നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന രീതി. 0 ആയതുകൊണ്ട് എളുപ്പം പറഞ്ഞത്. 30 × കേട്ടോ 12 360. അപ്പം നമുക്ക് എത്ര കിഴിവ് വന്നേ? 360 രൂപ കുറച്ച് കൊടുത്താൽ മതി. സാധനത്തിൻ്റെ വില 1200 രൂപയായിരുന്നു. അതിൽ നിന്നും 360 രൂപ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. 1200-ൽ നിന്നും 360 മൈനസ് ചെയ്താൽ 0, 4, പിന്നെ 12-ൽ നിന്ന് 4 840 അല്ലേ. 840 840 രൂപ കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. ഇതങ്ങൊരു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ ഒരു സാധനത്തിൻ്റെ വില. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ ഞാൻ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ. ഈ ഒരു ചെരുപ്പ് മേടിക്കാൻ പോകും നിങ്ങളെ, 500 രൂപയുടെ ഒരു ചെരുപ്പ്. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ശരിയാവത്തുള്ളൂ. അതിൻ്റെ 10% കേട്ടോ, 10% എന്ത് ചെയ്യുക? വിലക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ 10% വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എന്ന് കേൾക്കുമ്പോൾ 10/100 ആണ് കേട്ടോ. മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. ഈ 0ഉം ഈ 0ഉം പോയി. ഇനിയും വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഉണ്ട്. ബാക്കി എത്ര കുഞ്ഞുങ്ങളെ? 50 ഉണ്ട്. ഇവിടെ ഒരു 1 വേണ്ട. 50 × 1 50 തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ എത്ര വന്നേ? 50 വന്നത്. ഇനി ഈ 50 രൂപ കൊടുത്താൽ മതിയോ? അല്ല. നമ്മുടെ യഥാർത്ഥ വിലയിൽ നിന്നും, യഥാർത്ഥ വില 500 രൂപയാണ്, അതിൽ നിന്നും ഈ 50 കുറച്ച് കാണിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എത്ര? 450 രൂപ നമുക്ക് ആ ചെരുപ്പിന് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്തത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? 500 രൂപയുടെ ഒരു ചെരുപ്പ് ഞാൻ വാങ്ങി. കടക്കാരൻ പറഞ്ഞു 10% വിലക്കിഴിവുണ്ട്, അല്ലെ വില കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ശതമാനമാണോ നമ്മളോട് ചോദിച്ചത് അത് ഇട്ടിട്ട് ബൈ 100. വെട്ടാനുണ്ടെങ്കിൽ വെട്ടിക്കളയാം, 0 ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 50 ഉണ്ട്. 1 വന്നാൽ നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. ആ 50 × 1 50 തന്നെയാണ്. അപ്പോൾ 50 അവിടെ നമുക്ക് കിഴിവ് കിട്ടിയത് അല്ലേ. പക്ഷേ ഇത് 50 രൂപ കൊടുത്താൽ മതിയോ? അല്ല. ആ യഥാർത്ഥ വിലയായ 500, അതിനകത്തിൽ പ്രൈസ് ഉണ്ടല്ലോ, ചെരുപ്പിൻ്റെ പുറത്ത് വിലയുണ്ട് 500 രൂപ. ആ 500 രൂപയിൽ നിന്നും ഈ 50 കുറച്ചിട്ട് 450 രൂപ നമുക്ക് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ?
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത നമ്മൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ്, പലിശയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എന്തു ഈ പലിശ? ഇൻട്രസ്റ്റ് അല്ല കുഞ്ഞുങ്ങൾ, ഇൻട്രസ്റ്റ് ആണ്. INTEREST എന്നാണ് കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ, ഇൻട്രസ്റ്റ് എന്നല്ല, ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ കേട്ടോ. പലിശ, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ. നമ്മൾ ബാങ്കുകളിലും മറ്റും പണം നിക്ഷേപിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം തിരിച്ചെടുത്താൽ, മനസ്സിലായോ? ഞാനിപ്പം ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടിട്ടാൽ അത് ഒരു വർഷം കഴിയുമ്പോൾ ഞാനത് തിരിച്ചെടുക്കാൻ ചെല്ലും കുഞ്ഞുങ്ങളെ. ഞാനതിങ്ങനെ മേടിക്കാൻ ചെല്ലും. അപ്പം നമ്മൾ നമുക്ക് കൊടുത്ത ആ പൈസയും പിന്നെ നമുക്ക് വേറെ കുറേ പൈസ തരും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ പലിശ എന്ന് പറയുന്നത്, അതിന് ഇപ്പം 5% നമ്മൾ ബാങ്കിൽ കൊണ്ടിടാൻ നേരം പറയും, നിങ്ങൾക്ക് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ 5% പലിശ തരാം, അല്ലെ 10%, 10% ഇൻട്രസ്റ്റ് തരാം എന്ന് എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അധികം കിട്ടുമല്ലോ, കൂടുതൽ അങ്ങനെ കിട്ടുന്ന തുകയാണ് നമ്മൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിലിടുമ്പം ബാങ്കുകാർ പറയും, നിങ്ങൾ ഒരു വർഷത്തേക്കാണ് ഇടുന്നെങ്കിൽ ഞങ്ങൾ 9% പലിശ തരാം മേഡം, ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക്. ഇപ്പം ഞാൻ 10 ലക്ഷമാണ് ഇടുന്നെങ്കിൽ 10 ലക്ഷം കേട്ടോ. 10 ലക്ഷത്തിന് എത്ര പൂജ്യം നിങ്ങളെ? 5 പൂജ്യം കേട്ടോ. അപ്പോൾ എത്ര? 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് കേട്ടോ. 10 ലക്ഷം രൂപ ആണ് ഞാൻ ബാങ്കിലിടുന്നതെങ്കിൽ അവർ പറയും, നിങ്ങൾക്ക് ഞാൻ 9% പലിശ തരാം. അപ്പം നമുക്ക് ആ ഇട്ട പൈസയും കിട്ടും, ആ പലിശയും കിട്ടും കേട്ടോ. പലിശ, ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ബാങ്കുകളിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ടെസ്റ്റിനകത്തിൽ സഹകരണ ബാങ്കിൽ, കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യമാണ്. സ്ഥിര നിക്ഷേപിക്കുന്നത്, നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് 9% പലിശ, ഇൻട്രസ്റ്റ് 9% ആണെന്ന് പറയുന്നുണ്ട്. ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സേവിങ്സ് കേട്ടോ, സ്ഥിര നിക്ഷേപത്തിന് 9% ആണ് പലിശ എന്ന് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. അതായത് ബാങ്കുകളിലും മറ്റും പണം നിക്ഷേപിച്ച് ഒരു വർഷത്തിന് ശേഷം അത് തിരിച്ചെടുത്താൽ നമുക്ക് നിക്ഷേപിച്ച തുക, നമ്മൾ എത്രയാണോ ഇട്ടത്, അതും അതിൻ്റെ കൂടെ നമുക്ക് അധികം കിട്ടും, കൂടുതൽ കിട്ടും. ആ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് പറയുന്ന പേരാവും നിങ്ങളെ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മുകളിലത്തെ ചിത്രത്തിൽ 9% എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ കണ്ടു കേട്ടോ. 9% എന്ന് എഴുതി. 9% എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് 9%. നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, ഏതാണ്ട് ഇങ്ങനെ എഴുതുന്നതിനെയാണ് പെർസെൻറ്റേജ്. അതാണ് അവർ പിന്നെ പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിക്ഷേപിക്കുന്ന ഓരോ 100 രൂപയ്ക്കും, നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോ 100 രൂപയ്ക്കും ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപ പലിശയായി കിട്ടുമെന്ന് മനസ്സിലാക്കണേ. ഒരു 100 രൂപ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപയും കൂടെ അധികം കിട്ടും. അപ്പം മുതലുമുണ്ട് പലിശയുണ്ട് കേട്ടോ. 100 രൂപ നമ്മൾ ഇട്ട മുതലുമുണ്ട്. മുതൽ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന തുക, അതുകൊണ്ട് അതിൻ്റെ കൂടെ പലിശ. അപ്പം 109 രൂപ നമുക്ക് കിട്ടുമെന്നാണ്. മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1500 നമ്മൾ 100 രൂപ കൊണ്ട് കൊടുത്തപ്പോൾ 109 രൂപ നമുക്ക് കിട്ടി. 100 രൂപ കൊണ്ടിട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 150 കിട്ടിയെങ്കിൽ 1500 രൂപ കൊണ്ട് നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ നമുക്ക് തിരിച്ച് കിട്ടും? എങ്ങനെ കിട്ടുമെന്നാണ് നമുക്ക് അടുത്തറിയേണ്ടത്. 1500 രൂപ കൊണ്ടിട്ടാൽ അതിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമല്ലോ നിങ്ങൾ. ഇവിടെ ഓരോ 100 രൂപയ്ക്കും 9 രൂപയാണ് ഒരു വർഷത്തെ പലിശ. കേട്ടോണേ നിങ്ങളെ, 100 രൂപ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അവരെത്ര പറഞ്ഞത്? 9 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1500 രൂപയ്ക്ക് എത്രയാണ്? അതിനെ നമുക്ക് 1500 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 9/100 കേട്ടോ. 9/100 ഇങ്ങനെയും ചെയ്യാം. മുകളിലും താഴെയും 0 നോക്ക്. 1 1 1 1. അടുത്ത ഏതാ? 15 × 9. 9×5 45, ശിഷ്ടം 4, 1 9 9, 10 11 12 13. നോക്കൂ കുഞ്ഞുങ്ങളെ, 135 രൂപ കണ്ടോ. ഈ 135 രൂപ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടോ. 1500 രൂപയാണെങ്കിൽ ഇതൊരു എളുപ്പവഴിയാട്ടോ. ഈ രീതി ചെയ്താൽ മതി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തോന്നറിയാം, ഒരു സംശയം വരും. അപ്പം
100 രൂപയ്ക്ക് 9 രൂപയാണ് പലിശ തരുന്നതെങ്കിൽ 1500 രൂപയ്ക്ക് എത്ര കുഞ്ഞുങ്ങളെ? 1500 ഇൻറ്റു 9 ഈ 0 വെട്ടാനുണ്ടെങ്കിൽ എളുപ്പമാണ് കുഞ്ഞുങ്ങളെ. മേളിലും താഴെ എത്ര 0 ഉണ്ടോ അത്രയും 0 വെട്ടുക. എന്നിട്ട് ബാക്കി അവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ഒരു 15ഉം ഇവിടെ ഒരു 9ഉം ഇൻറ്റു ആണ്. 15ഉം 9ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 135 രൂപയാണ് എന്ത്? 1500 രൂപയ്ക്ക് ഒരു വർഷം നമുക്ക് കിട്ടുന്ന പലിശ. ഇനി നമ്മൾ പലിശ മാത്രം മേടിച്ചുകൊണ്ടെങ്കിൽ പോരുവാന്നോ? നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് പലിശ മാത്രം മേടിച്ചുകൊണ്ടാണോ കുഞ്ഞുങ്ങളെ? അല്ല. നമ്മൾ എത്ര രൂപ ഇട്ടിരുന്നത്? 1500 രൂപ നമ്മൾ ഇട്ടായിരുന്നു. ആ 1500 രൂപയും ഈ പലിശയും കൂടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം നമുക്ക് 1635 രൂപയാണ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ 1500 രൂപയായിരുന്നു നമ്മൾ ബാങ്കിൽ ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് പലിശ എത്ര കിട്ടി? 135 രൂപ. അതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ അറിയാമല്ലോ. ആ 130 മുതലും പലിശയും കൂടിയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരേണ്ടത് കേട്ടോ. അല്ലാതെ ഒരെണ്ണം മാത്രം മേടിച്ചുകൊണ്ടെങ്കിൽ പോരുമോ? ഇല്ല കേട്ടോ. അതറിയണേ. അങ്ങനെയാണെങ്കിൽ ദാണ്ട താഴെ കുറേ പേര് പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആഷ്, സുമ, നിഹാരിക, വിഹാന്, അഹി ഇവരെല്ലാം ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ എത്ര രൂപ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയോ ഞങ്ങളെ, ആഷ് ഒരു 15000 രൂപ. ഒറ്റ 10 100 1000 15000 കേട്ടോ. പൂജ്യമൊക്കെ നല്ലപോലെ നോക്കി ഇടണം കേട്ടോ. എത്ര പൂജ്യം ഉണ്ടെന്ന് എഴുതി കഴിയുമ്പോൾ നോക്കണേ. ആഷ് 15000 15,000 15000 രൂപയാണ് ബാങ്കിൽ ഇട്ടത്. അപ്പം നമുക്കറിയാം എത്ര രൂപയാണ് പലിശ വന്നത്? 9% ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ ഇൻറ്റു 9/100 ഇത് നല്ലപോലെ മനസ്സിലാക്കണേ. ആഷ് ഒന്നാമത്തെ ആണ് നമ്മുടെ ആഷ്. 15000 അല്ലെങ്കിൽ 15,000 ബാങ്കിലിട്ടു. 9% ആണ് അവിടുത്തെ പലിശ. അപ്പം മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മേളിൽ ഒരു 0 വെട്ടി താഴെ ഒരു 0 വെട്ടി. ബാക്കി എന്താവും നിങ്ങളെ? 150 ഉണ്ട് ഇൻറ്റു 9 ഉണ്ട്. 150നെ നമ്മൾ 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 0 9 0 5 9 45 ശിഷ്ടം 4 1 9 9 10 12 13 1350 രൂപ. നോക്കണേ കുഞ്ഞുങ്ങളെ, 1350 രൂപ പലിശയായിട്ട് മാത്രം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ? ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയായിട്ട് നമ്മുടെ ആഷിന് കിട്ടി. പക്ഷെ ആഷ് പലിശ മാത്രമാണോ മേടിച്ചുകൊണ്ട് വന്നേ? അല്ല, മുതലും കൂടിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. മുതൽ എത്ര ആയിരുന്നു? 15000 രൂപ. 15000 രൂപയുടെ കൂടെ ഈ 1350 രൂപയും കൂടാണ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. 15 ഇട്ടിട്ട് 3 0 പ്ലസ് 1350 രൂപയും കൂടെ മേടിക്കുമ്പം രണ്ടും കൂടി വാങ്ങിക്കുക അല്ലേ. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടാം? 15000 രൂപയുടെ കൂടെ 1350 രൂപയും കൂടെ കൂട്ടണം. 0 5 3 6 1 16350 രൂപയാണ്. അതായത് 16350 16,350 റുപ്പീസാണ് നമ്മുടെ ആഷിന് മുതലും പലിശയും കൂടെ കിട്ടിയത്. 15000 രൂപ ഇട്ട ആഷിന് ഒരു വർഷം കഴിഞ്ഞ് എടുക്കാൻ ചെന്നപ്പം 16350 രൂപ. അത് കഴിഞ്ഞ് നമ്മുടെ നിഹാരിക അല്ല സുമയല്ലേ, സുമയുണ്ട് കുഞ്ഞുങ്ങളെ, ഒരു സുമ 25000 രൂപയാണ് ഇട്ടത്. ഓരോരുത്തരെയും നോക്കണേ. സുമ 25000 രൂപയാണ്. അതും ഈ പറയുന്ന പോലെ 9% പലിശയാണ്. മേലിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. ബാക്കി എന്താ കുഞ്ഞുങ്ങളെ? 250 ഇൻറ്റു 9. 250നെ 9 കൊണ്ട് ഇൻറ്റു 0 9 50 45 ശിഷ്ടം 4 2 9 18 18 4 19 20 22 2250 രൂപ കേട്ടോ. എന്താ? ഇൻട്രസ്റ്റ് മാത്രം 2250 രൂപ. എന്താ കുഞ്ഞുങ്ങളെ? ഇൻട്രസ്റ്റ് അല്ലേ. അത് എഴുതിക്കോണേ. പലിശയാണോ മുതല? ഇൻട്രസ്റ്റ്. അതായത് പലിശ മാത്രം 2250 രൂപ കിട്ടി. ഇനി നമുക്ക് എന്താ? മുതലും പലിശയും ഇടും. മുതൽ എത്രയായിരുന്നു സുമയുടെ? 25,000 രൂപയായിരുന്നു. അതിൻ്റെ കൂടെ 2250 രൂപയും കൂടെ കൂട്ടണം. 25,000ൻ്റെ കൂടെ 2250 കൂടെ കൂട്ടിയപ്പം 0 5 2 7 2 27,250 റുപ്പീസ്. മുതലും പലിശയും കൂടെ 27,250 രൂപ. 25,000 രൂപ ഇട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് 27,250 രൂപയാണ് നമ്മുടെ സുമയ്ക്ക് കിട്ടിയത്. അടുത്ത ഇനി ആരാ നിങ്ങളെ? നിഹാരിക അല്ലേ. നിഹാരിക. ഓരോരുത്തരുടെയും പേര് നോക്കണേ.
നിഹാരിക എത്ര രൂപ ഇട്ട്? ഇവരെക്കാട്ടിലെല്ലാം കൂടുതൽ നമ്മുടെ നിഹാരിക ഇട്ട് 37,500 രൂപ ഇട്ട് കേട്ടോ. എല്ലാവരെക്കാട്ടിലും കൂടുതൽ നിഹാരിക ഇട്ടത്. അപ്പോൾ നോക്കിയേ, പൂജ്യം ഉണ്ടോ? വെട്ടമുണ്ട്. ഇവിടെ ഒരു പൂജ്യം, ഇവിടെ ഒരു മേളിൽ പൂജ്യം ഉണ്ടെങ്കിലേ വെട്ടാവേ കേട്ടോ. ബാക്കി ഏതാ? 375 ഇൻറ്റു 9, 375 ഇൻറ്റു 9, 5 9 45, ശിഷ്ടം 4, 7 9 67 7 പിന്നെ 3 27 27 28 30 33 3300 കറക്റ്റാണോ നിങ്ങളെ? 3377 എന്താ പലിശ? 3375 രൂപ. 7 അല്ല 75. എന്താ? ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ. ഇത് ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ നോക്കണേ, പലിശയാണ് 3000. അപ്പം പലിശ മാത്രം മേടിച്ചുകൊണ്ട് വന്നാൽ പോരാ, നമുക്ക് എന്ത് വേണം? മുതലും പലിശയും. മുതൽ എത്രയായിരുന്നു? 37,000. ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടിട്ട് നമ്മുടെ നിഹാരികയാണ്. നിഹാരിക മുതലും പലിശയും കൂടാണ് 3375. 5 7 5 3 8 7 3 10 4 40 875 രൂപയാണ് ആരാ? നമ്മുടെ നിഹാരികയ്ക്ക് മുതലും പലിശയും കൂടെ കിട്ടിയത് കേട്ടോ. നിഹാരിക. ഇനി ആരാ നിങ്ങളെ? വിഹാൻ ഉണ്ട് അല്ലേ? വിഹാൻ. എല്ലാം വെറൈറ്റി പേരുകളാണ് അല്ലേ? വിഹാൻ. വിഹാൻ എത്ര നിങ്ങളെ? 12,500 രൂപയാണ് വിഹാൻ ഇട്ടത് കേട്ടോ. 12,500. അപ്പം നമുക്ക് എന്താ അതിൻ്റെ 9%. ഇവിടെ നോക്കിയേ, 1 0 1 0 1 0 1 0. പിന്നെന്താ? 125 ഇൻറ്റു 9. ടേബിൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. 125 ഇൻറ്റു 9, 5 9 45, ശിഷ്ടം 4, 2 9 18 4 19 20 21 22, ശിഷ്ടം 2, 1 9 9 11 11 25 അല്ലേ? 11 25 11 25. ഇതെന്താ നിങ്ങളെ? ഇൻട്രസ്റ്റ് മാത്രമാണേ. ഇൻട്രസ്റ്റ് പലിശ. ഇനി എന്താ? മുതൽ എത്ര ആയിരുന്നു? 12,500 മുതലും പലിശ എത്ര? 11 25. 5 2 6 3 1 13,600 അല്ലേ? 13,625 രൂപ കേട്ടോ. മുതലും പലിശയും കൂടെ വിഹാന് 13,625 രൂപ. മനസ്സിലാക്കണം എങ്ങനെയാണെന്ന്. ഇനി ഒരാളൂടെ ഉണ്ട്, ആഹി. അതുകൂടി ഇടാം കുഞ്ഞുങ്ങളെ. അഹി എത്ര? 22,500 രൂപയാണ് അഹി ബാങ്കിൽ കൊണ്ടിട്ടത്. എത്ര ശതമാനവും നിങ്ങളെ? 9%. എന്ന് കേട്ടാൽ 100 ഇട്ടോണം കേട്ടോ. പൂജ്യം ഉണ്ടല്ലോ കേട്ടോ. 1 0 1 0 1 0. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ പിടികിട്ടിയില്ലയോ? അപ്പോൾ ഏതാ? 22 5 ഉണ്ട്. പിന്നെ ഇവിടെ 9 ഉണ്ട്. 22 5 ഇൻറ്റു 9, 5 9 45, 4 2 9 18 19 20 21 22, ശിഷ്ടം 2 2 18 18 2 20. 20 25 ആവും നിങ്ങൾ. 20 25 ഇവിടുത്തെ ഇൻട്രസ്റ്റ് കിട്ടിയത്. ഇൻട്രസ്റ്റ് പലിശ കിട്ടിയത്. ഇനി എന്താ? പലിശ മാത്രം മേടിച്ചുകൊണ്ട് വരില്ലേ, മുതൽ കൂടെ വേണം. മുതൽ എത്ര? 22,500 പ്ലസ് 20 25. 5 2 5 4 2 24,520 കാണുന്നില്ല. 24,525 രൂപ കുഞ്ഞുങ്ങളെ എന്താ? മുതലും പലിശയും കേട്ടോ. മൊത്തം അഹിത് വീട്ടിൽ കൊണ്ടുപോയത്. ഇത് സംഭവം ഒന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കുകളാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശയാണേ കുഞ്ഞുങ്ങളെ. അഹി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പേര് ഏതോ ആയിക്കോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിക്കോട്ടെ. 22,500 രൂപ കൊണ്ടെന്ന് ബാങ്കിൽ കൊണ്ടിട്ടു. ബാങ്കുകാർ പറയുക 9% പലിശയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴേ ഓർത്തോണം 9/100 കേട്ടോ. എന്നാലും എന്ത് ചെയ്യുക? 0 മേളിൽ 0 താഴെ 0 വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് വെട്ടിക്കളയുന്നത്. മേളിൽ 1 0 വെട്ടിയുള്ളിൽ താഴെ 1 0 കേട്ടോ. 2 0 വെട്ടുന്നുണ്ടെങ്കിൽ താഴെ 2 0. അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് ബാക്കി ആരുണ്ട്? 225 കൊണ്ട് 1 9 ഉണ്ട്. 225 ഇത് ഇൻറ്റു ആണേ. 225 ഇൻറ്റു 9 നമ്മൾ ചെയ്തപ്പോൾ 2025 രൂപ നമുക്ക് പലിശ കിട്ടി. പലിശയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ മുതലും പലിശയും കൂടെ കൂട്ടി വാങ്ങിച്ചുകൊണ്ടിങ്ങി പോരും കേട്ടോ. അതല്ല ബാങ്കിൽ ഇടുന്നെങ്കിൽ അതുകൂടി ഇട്ടിട്ട് അടുത്ത വർഷം നമുക്ക് വീണ്ടും 9% പലിശ മേടിച്ചിട്ട് കുറച്ചുകൂടാക്കി മേടിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്തോ അത് വെച്ചാൽ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ നിങ്ങളെ കേട്ടോ. നമ്മുടെ എല്ലാ ക്ലാസ് പോലെ ഇതും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ നിങ്ങളെ, താങ്ക് യു.